കണ്ണൻ, അങ്ങനെ പ്രവർത്തികൾ മുന്നിലേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈ നിമിഷത്തിനകം തന്നെ എന്തെങ്കിലും വിവരങ്ങൾ ദൗത്യ സംഘത്തിന് പുതിയതായിട്ട് ലഭിക്കുന്നുണ്ടോ? നിലവിൽ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളൊന്നും തന്നെ പൂജ നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരു 2 മണിക്കൂറും 15 മിനിറ്റും പിന്നിടുകയാണ്. ഇപ്പോഴും കൂടുതൽ പ്രദേശത്താണ് വലിയ ശക്തമായ രീതിയിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആകാശ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒട്ടേറെ ആൾക്കാർ ഈ NDRFന്റെയും അതുപോലെ തന്നെ സൈന്യത്തിന്റെയും ഒക്കെ തന്നെ ഒട്ടേറെ രക്ഷാപ്രവർത്തകർ, തെരച്ചിൽ നടത്തുന്ന ആൾക്കാർ, സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഈ ഭാഗത്ത് നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും NDRFന്റെ സേനാംഗങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറി കൂടുതൽ പരിശോധന നടത്താൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന വലിയ മണ്ണമാന്തി യന്ത്രം അടക്കം അവിടെ എത്തിയിരിക്കുന്നു. സമീപത്തായി ഇടതു ഭാഗത്തായി NDRFന്റെ സംഘം മുകളിലേക്ക് കയറുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ പരിശോധന വ്യാപകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവിടെ എവിടെയെങ്കിലും മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ്. ഏതാണ്ട് ജില്ലാ ഭരണകൂടത്തിലെ പ്രാഥമിക കണക്കനുസരിച്ച് 200ഓളം ആൾക്കാരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടില്ല, ഇവിടെ ഒരു ടൗൺ ആയിരുന്നു പൂജ. ആ ടൗൺ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാക്കി ആയിരിക്കുന്ന ഒരു ദുരന്ത ഭൂമിയായ, അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്തിന് സമാനമായ രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വലിയ മലയുടെ ഭാഗത്ത് നിന്ന് മഴ പൊട്ടി തകർന്ന് ഈ പാറകളും മണ്ണും എല്ലാം തന്നെ ഒലിച്ചു വീണിരിക്കുന്ന ഒരവസ്ഥ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു 200-250ഓളം രക്ഷാപ്രവർത്തകരുണ്ട്, ഈ തെരച്ചിൽ നടത്തുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ പരിശോധന. ഈ പ്രദേശത്തൊക്കെ തന്നെ പ്രകൃതി രമണീയമായ പ്രദേശമായിരുന്നു. അവിടെയൊക്കെ പാറയും മണ്ണും നിറഞ്ഞ ഏതാണ്ട് ഒരു വലിയ ഒരു നദി അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നദി ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് കരുതുന്നതിന് സമാനമായ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പ്രദേശത്തൊക്കെ തന്നെ ഒട്ടേറെ മനുഷ്യർ ജീവിച്ചിരുന്നു. ഏതാണ്ട് 200-ലധികം ആൾക്കാർ 2000-ലധികം ആൾക്കാർ ജീവിച്ച ഒരു പ്രദേശമാണ്. ആ പ്രദേശമാണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇതിനിടയിലൊക്കെ തന്നെ കൂടുതലായി ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ദൗത്യ സംഘാംഗങ്ങൾ ഉള്ളത്. ഒപ്പം തന്നെ സൈന്യം അടക്കമുള്ളവരും ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടകൈ പ്രദേശത്തേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം ആദ്യം കമൽ നിൽക്കുന്ന ചുരൽമല ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്ന് ബേരിപ്പാലം കടന്ന് ജീപ്പ് മാർഗമായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തുക. കാർമാർഗമായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തുക. അതിന് മുകളിലേക്കുള്ള പ്രദേശത്തേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ള കാര്യം സ്ഥിരീകരണമില്ല. എന്തായാലും ഈ പ്രദേശത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കൈ പ്രദേശത്തേക്ക് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ പ്രദേശത്തേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നുണ്ട്. അവിടെ എത്തി അദ്ദേഹം ഈ കാര്യങ്ങൾ, ഈ പ്രദേശത്തിന്റെ ഒരവസ്ഥ അതിദയനീയമായി, പണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പ്രകൃതി രമണീയമായിരുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ ദയനീയമായിട്ടുള്ള ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്ന ഒരവസ്ഥ തീർച്ചയായും കണ്ണൻ